everyone, welcome to my YouTube channel Crafting with Love Ami. എല്ലാവർക്കും സുഖമാണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എല്ലാവരുടെയും ഓണമൊക്കെ ഇങ്ങനെ ഓണം പ്രിപ്പറേഷൻസ് ഒക്കെ സ്റ്റാർട്ട് ആയി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മുടെ ഓണം സീരീസിന്റെ സെക്കൻഡ് റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് ശരിക്കും എൻ്റെ സെക്കൻഡ് റെസിപ്പി ആണെങ്കിലും നമ്മുടെ സദ്യവട്ടത്തിൽ ശരിക്കും പറഞ്ഞാൽ ഇത് നമ്മുടെ ആദ്യം വിളമ്പുന്ന വിഭവമാണ്. എന്നാൽ അധികം ആൾക്കാർക്ക് അത്രയ്ക്ക് ഇങ്ങോട്ട് ഇഷ്ടമില്ലാത്തൊരു സാധനമാണിത്. എനിക്ക് കൊച്ചിലൊന്നും ഇതൊന്നും അത്ര ഇഷ്ടമില്ലാത്ത ഒരു വിഭവമായിരുന്നു ഇത്. പിന്നെ എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് തുടങ്ങി. എനിക്ക് ചോറിനെക്കാളും ഇത് ദോശയുടെ കൂടെ കഴിക്കാനാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം. വേറൊന്നല്ല, നമ്മുടെ ഇഞ്ചിക്കറിയാണ്. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന മെത്തേഡാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. കൂടുതൽ ഞാൻ ഇങ്ങനെ സംസാരിച്ച് ബോറൊന്നും അടുപ്പിക്കുന്നില്ല. നേരെ നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം. അപ്പോൾ ഇഞ്ചി ഒക്കെ ഞാൻ ഓൾറെഡി നേരത്തെ കട്ട് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. ഇഞ്ചി ഇങ്ങനെ ചെറിയ ഇങ്ങനത്തെ സ്ലൈസസ് ആയിട്ടാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അതാവുമ്പം ഇത് ഇഞ്ചി വറക്കണം. സോ വറക്കുമ്പോൾ പെട്ടെന്ന് വറക്കാൻ വേണ്ടിയിട്ട്, വറണ്ട് വരാൻ വേണ്ടിയിട്ട്, ഫ്രൈ ആവാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ ചെറിയ സ്ലൈസസ് ഓൾമോസ്റ്റ് ഇങ്ങനെ ഈക്വൽ ഇതിലുള്ള സ്ലൈസസ് ആയിട്ടാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അതാവുമ്പോൾ എല്ലാം ഒരേപോലെ തന്നെ ഈക്വൽ ആയിട്ടാണ് ഫ്രൈ ആയിട്ട് കിട്ടും. പിന്നെ ലേറ്റർ ഓൺ സ്റ്റേജിൽ പച്ചമുളക്. അപ്പം ഞാനിതൊരു 3 പച്ചമുളക്, ഒരു മീഡിയം സൈസിലെ പച്ചമുളകാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു 5 ചെറിയ ഉള്ളി, അങ്ങനെ 5 ചെറിയ ഉള്ളി ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതും നമുക്കിതുപോലെ വറുത്തെടുക്കാനുള്ളതാണ്. അപ്പോൾ ഇത്രയാണ് മെയിനായിട്ട് നമുക്ക് വേണ്ടത്. ബാക്കിയുള്ള മസാലയും കൂട്ടുമൊക്കെ ഞാൻ ആഡ് ചെയ്യുന്നതനുസരിച്ച് ഞാൻ പറഞ്ഞുതരാം. അപ്പം നമുക്ക് ആദ്യം ഇതൊന്ന് വറുത്തെടുത്തിട്ട് വരാം. അപ്പോൾ ഞാൻ ഇഞ്ചി വറുത്തെടുക്കാനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഇത് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് നല്ലെണ്ണ തന്നെയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പം നമുക്ക് ഇതിനകത്തൊരു 2 ടേബിൾ സ്പൂൺ, 2-2.5 ടേബിൾ സ്പൂൺ ഫ്രൈ ചെയ്യാനല്ലേ, അപ്പം നമുക്കൊരു 2-2.5 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. ഇത് നല്ല പോലെ ഇനി ഞാനിത് സിമ്മിലാണ് വെച്ചിരിക്കുന്നത്. അപ്പം സിമ്മിൽ തന്നെ കിടന്നിട്ട് നല്ല പോലെ ഇത് ഫ്രൈ ആക്കി, ഓൾമോസ്റ്റ് നമ്മൾ ബ്രൗൺ കളറാക്കി, ജിഞ്ചർ ഫ്രൈ ആക്കി നമ്മൾ എടുക്കേണ്ടതാണ്. അപ്പോൾ കുറച്ച് സമയം വേണം. പിന്നെ നല്ല പേഷ്യൻസോടെ ചെയ്യേണ്ട കാര്യമാണിത്. കരിഞ്ഞു പോകാൻ പാടില്ല. അതുകൊണ്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇതിങ്ങനെ ഇളക്കി കൊടുത്തോണ്ടേയിരിക്കണം. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഓരോ സ്റ്റേജസ് ഏതൊക്കെ കളർ ആവും എന്നുള്ളത് ഞാനിങ്ങനെ കാണിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇതിങ്ങനെ ഞാൻ വറുത്തോണ്ടിരിക്കുകയാണ്. ഇത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടേയിരിക്കണം. എന്നാൽ ഇതിൻ്റെ എല്ലാ സൈഡിലും ഇതിൻ്റെ ആ ചൂടൊക്കെ കയറിയിട്ട് പെട്ടെന്ന് ഫ്രൈ ആയിട്ട് വരത്തുള്ളൂ. ഒരു 2 മിനിറ്റോളം ആയി ഞാനിതിങ്ങനെ ലോ ഫ്ലെയിമിൽ ഇങ്ങനെ ഇളക്കി കൊടുക്കാൻ തുടങ്ങിയിട്ട്. ഇതിൻ്റെ കളറൊക്കെ ഏതാണ്ടൊക്കെ ഇങ്ങനെ ചിലതിൻ്റെയൊക്കെ മാറി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിങ്ങനെ വളരെ സമാധാനത്തോടെ പേഷ്യൻ്റായിട്ട് നമ്മളിതിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇത് കാരണം ഇത് എവിടെയെങ്കിലും ഇതിൻ്റെ കളറ് ഓവറായിട്ട് ഇതായി പോയാൽ നമുക്ക് ആ ഒരു ഒരു കരിഞ്ഞ ആ ഒരു ടേസ്റ്റ് വരും. അതുകൊണ്ട് ഇത് കറക്റ്റ് ആ ഒരു പരുവത്തിന് തന്നെ നമ്മളിത് ഫ്രൈ ചെയ്ത് എടുക്കണം. ഓവറായിട്ട് നമ്മളത് കരിഞ്ഞു പോകാനുള്ള ഒരു ചാൻസ് നമ്മളതിന് കൊടുക്കാൻ പാടില്ല. അപ്പം ഞാനിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് സമാധാനമായിട്ട്. അപ്പോൾ ഫുള്ള് ത്രൂ ഔട്ട് ഇത് കാണിക്കണ്ടല്ലോ. അപ്പം ഞാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഞാനിങ്ങനെ ഇതിൻ്റെ ഓരോ പ്രോഗ്രസ് ആയിട്ട് ഞാനിങ്ങനെ വീഡിയോ കാണിക്കുന്നതായിരിക്കും. അപ്പം നമ്മുടെ ഇഞ്ചി ഏതാണ്ടൊക്കെ ഇങ്ങനെ ഫ്രൈ ആയിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഇത് ഇഞ്ചി ഫുള്ള് ഇങ്ങനെ ചുരുങ്ങി ഇങ്ങനെ ഷ്രിങ്ക് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഇനിയും കുറച്ചുകൂടി ഇതിന്റെ കളറൊക്കെ മാറാനുണ്ട്. അവിടെ ഇങ്ങനെ ഏതാണ്ടൊക്കെ ഇങ്ങനെ ബ്രൗൺ കളറായിട്ടൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. എന്നാലും ഇതിന്റെ കളറ് കുറച്ചുകൂടെ മാറണം. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇത് ഒരു 2 അത്യാവശ്യം നല്ല സൈസുള്ള ഇഞ്ചിയാണ് എടുത്തത്. മുറിച്ച് വെച്ചപ്പം അത്യാവശ്യം ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. ഇതിപ്പോ കണ്ടു, ഇതിങ്ങനെ ഫ്രൈ ആയിട്ട് വരുമ്പോൾ ആകെ കുറച്ചേ ഉള്ളൂ. ഞാൻ ഒത്തിരി ഉണ്ടാവുമെന്ന് വിചാരിച്ച പ്രതീക്ഷയാണ് ഞാൻ 2 എടുത്തത്. അങ്ങനെ ഞാൻ എപ്പോഴും ഇതിങ്ങനെ യൂസ് ചെയ്യാത്തതുകൊണ്ടാണ് ഞാൻ വളരെ കുറച്ച് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. ഇതിപ്പോ എനിക്ക് തോന്നുന്നത് എനിക്കൊരു നേരത്തേക്കുള്ളതേ ഉള്ളൂ എന്നാണ് തോന്നുന്നത് ഇതൊക്കെ കണ്ടിട്ട്. അപ്പോൾ ഇത് കുറച്ചുകൂടെ ഇതിന്റെ കളർ കുറച്ചുകൂടെ ഒന്ന് ഡാർക്ക് ആവണം. അവിടെ എവിടെയൊക്കെ ഇപ്പൊ ഇതൊക്കെ ഇങ്ങനെ ചെറിയ പീസസ് ഒക്കെ കളർ മാറിയിട്ടുണ്ട്. എന്നാലും ഈ വലിയ ചില പീസസ് ഒക്കെ വീണ്ടും അതിന്റെ കളർ മാറാനുണ്ട്. അതുകൊണ്ട് സ്ലോ ഫ്ലെയിമിലിട്ട് തന്നെയാണ് ഇതിങ്ങനെ ഫ്രൈ ചെയ്യാനായിട്ട്. അപ്പൊ ഇനി ഇത് ഫുൾ ഇതിന്റെ കംപ്ലീറ്റ് പാകത്തിനുള്ള കളർ ആവുമ്പോഴേക്കും ഞാൻ അടുത്ത് കാണിച്ചു തരാം. നമ്മുടെ ഇഞ്ചി ഏതാണ്ടൊക്കെ ഫ്രൈ ആയി, കളറൊക്കെ നല്ലവണ്ണം മാറി നല്ല ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. ഇത് മതി. നമുക്ക് ഇപ്പൊ തന്നെ നമുക്കിത് കോരി വേറൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റിയെടുക്കാം.
അങ്ങനെ നമ്മുടെ ഇഞ്ചി എല്ലാം ദാ വറുത്ത് ഇങ്ങനെ കോരി മാറ്റിയതായി ഇവിടെ ഞാൻ ഇങ്ങനെ സൈഡിൽ പ്ലേറ്റിൽ വെച്ചിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ചെയ്യേണ്ട എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളിയില്ലേ, ഉള്ളി ഇത് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒരു വലിയ 5 ചെറിയ ഉള്ളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല വലുപ്പമുള്ള ചെറിയ ഉള്ളിയാണ് ഞാൻ എടുത്തത്. അപ്പൊ ഇതിനകത്തുനിന്ന് കുറച്ച് നമ്മള് ഒരു 1-2 കൈപ്പിടി ഇതൊന്ന് നമ്മള് നല്ല പോലെ ഒന്ന് വറുത്ത് കോരണം. അത് നല്ല പോലെ ഫ്രൈ ആക്കണം. അതായത് നമ്മള് താളിക്കാനൊക്കെ നമ്മള് ഇത് ചെയ്യത്തില്ലേ, നല്ല ബ്രൗൺ കളർ, അതുപോലെ ബ്രൗൺ കളർ ആക്കണം. ബാക്കി ഈ ഇരിക്കുന്നതെന്ന് പറയുന്നത് നമുക്ക് ഇത് താളിക്കാൻ വേണ്ടിയാണ്. ഇത് ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാല് ഇഞ്ചിയുടെ കൂടെ ഇട്ട് പൊടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് വറുക്കുന്നത്. അല്ലാതെ ഞാൻ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് ഓൾമോസ്റ്റ് ഒരു 3/4 ഭാഗത്തോളം ഞാൻ ഇതിനകത്ത് ഇട്ട് കൊടുത്തു. ഒരു 1/4 ഭാഗം നമ്മുടെ തളിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഇത് ഞാൻ മാറ്റി വെച്ചിരിക്കുന്നതാണ്. അപ്പൊ ഇതും ഇതുപോലെ നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇങ്ങനെ വറുത്തുകൊണ്ടിരിക്കണം. ഇത് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഫ്രീസറിൽ വെച്ച ചെറിയ ഉള്ളിയാണ്. അതുകൊണ്ട് ഇത് ഞാൻ ഇങ്ങനെ മുറിച്ചെല്ലാം കഴിഞ്ഞപ്പോൾ അതിൽ നിന്ന് ഇങ്ങനെ ആ വെള്ളം ഇറങ്ങുമല്ലോ ഫ്രീസറിൽ ഇരുന്നുകൊണ്ട്. അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിക്കുന്ന പോലെ ഇങ്ങനെ ഇത് ചെയ്യുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്നുണ്ട്. അപ്പൊ ഇതും ഞാൻ ഇതുപോലെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്ത്, ഇതറിയാലോ, ഇതും ഒരു ബ്രൗൺ കളർ ആവണം. ഇത് ഞാൻ കുറച്ച് ഭയങ്കര തിന്നായിട്ട് ഇങ്ങനെ മുറിച്ചുകൊണ്ട് തന്നെ ഇട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അതാ അവിടെ ഇതിന്റെ കളറൊക്കെ മാറി ഇങ്ങനെ വരുന്നുണ്ട്. ഇതും കരിഞ്ഞു പോകാതെ തന്നെ ആ ഒരു ബ്രൗൺ കളറിൽ തന്നെ നമ്മൾ ഇത് എടുക്കണം. അപ്പൊ ഞാനിത് വറുത്ത് കോരിയിട്ട് അടുത്ത സ്റ്റെപ്പ് കാണിക്കാം. ഇതാണ് നമ്മുടെ ഇഞ്ചിയും ഉള്ളിയും കൂടെ വറുത്ത് വെച്ചിരിക്കുന്നത്. ഇതിനി ഒന്ന് അത്യാവശ്യം ഒന്ന് ചെറുതായിട്ടൊന്ന് ഇതിന്റെ ചൂടൊക്കെ ഒന്ന് മാറിയ ശേഷം മിക്സിയിലിട്ടൊന്ന് നന്നായിട്ട് പൊടിച്ചെടുക്കണം. അപ്പോ നമ്മൾ വറുത്ത് വെച്ച ഇഞ്ചിയും ചെറിയ ഉള്ളിയും അത് നല്ല പോലെ തണുത്തിട്ടുണ്ട്. അപ്പൊ ഞാനിത് മിക്സി ഞാൻ ഫുള്ള് വൈപ്പ് ചെയ്ത് ഒരു എന്താ പറയാ നനവോ ഒന്നും ഇല്ലാന്ന് ഞാൻ ഉറപ്പ് വരുത്തിയ ശേഷമാണ് ഞാൻ ഇത് അരയ്ക്കാനിടുന്നത്. കാരണം ഒന്നാമത് പിക്കിളാണ്. നമ്മൾ ഇതിനകത്ത് ശരിക്കും പറഞ്ഞാൽ ഇഞ്ചിക്കറിയിൽ നമ്മൾ വിനീഗർ ഒന്നും അങ്ങനെ ഉപയോഗിക്കത്തില്ലല്ലോ. അപ്പം അത് ഇതിൻ്റെതായ റിസ്കിലാണ് സർവൈവ് ചെയ്യേണ്ടത്. അതുകൊണ്ട് മാക്സിമം നമ്മൾ അങ്ങനെ വെള്ളം എവിടെയും അംശം ഒന്നും ഇല്ലാത്ത ഒരു രീതിയിൽ വേണം നമ്മൾ എപ്പോഴും ഉണ്ടാക്കാനായിട്ട്. ഇപ്പം എൻ്റെ കൈ ആണെങ്കിൽ പോലും എല്ലാം ഞാൻ കഴുകി വൃത്തിയാക്കി തുടച്ച് അങ്ങനത്തെ ഒരു രീതിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഒന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. സോ ഇത് എല്ലാം ഇതിനകത്ത് ഇട്ട് കൊടുക്കുക. ഇവിടെ നല്ലൊരു മണമാണ് കേട്ടോ ഈ ഇഞ്ചി. ഏതാണ്ട് നമ്മള് ചുക്കിന്റെ ഫാക്ടറിയിൽ നിൽക്കുന്ന പോലെയാണ് ഇഞ്ചിയുടെ മണം. ഇനി ഇതിന്റെ കൂടെ ഞാൻ ഒരു ഇൻഗ്രീഡിയന്റും കൂടെ ആഡ് ചെയ്തിട്ടാണ് പൊടിച്ചെടുക്കുന്നത്. ഇത് ജാഗറി പൗഡറാണ് എൻ്റെ കയ്യിൽ ഇരിക്കുന്നത്. അപ്പൊ ഞാൻ ഇതൊരു 2 ടീസ്പൂൺ ജാഗറി പൗഡർ അതും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ കട്ട ആയിട്ടുള്ള ശർക്കരയാണുള്ളെങ്കിൽ അതൊന്ന് ചീകി ഒരു 2 സ്പൂണും കൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പൊ ഞാൻ അങ്ങനെ ഇത് ഒന്ന് ഞാൻ പൗഡർ ചെയ്തെടുത്തിട്ട് വരാം. അങ്ങനെ ഞാൻ പൗഡർ ചെയ്തെടുത്ത് വന്നിട്ടുണ്ട്. ഇതാ കണ്ടോ, നല്ല ബ്രൗൺ കളറിൽ ഇരിക്കുകയാണ്. അപ്പോൾ ഇത് നമുക്ക് വേണമെങ്കിൽ ഇത് ടേസ്റ്റ് ചെയ്യാം. കാരണം ഇതിലൊരു ചെറിയ മധുരവും ഒക്കെ കൂടെ ഉണ്ട്. ഇനി വേറൊരു കാര്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ പുളിയും കൂടെ നമുക്കിത് വേണമല്ലോ. ഇഞ്ചിയുടെ കുത്തലൊക്കെ ഇതാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇഞ്ചി കറിയിൽ പുളിയും സാധനങ്ങളും ഒക്കെ ഉപയോഗിക്കുന്നത്. അത് മാത്രമല്ല പ്രിസർവ് ചെയ്യാൻ വേണ്ടിയിട്ടും പുളി ഉപയോഗിക്കും. അപ്പം നമ്മൾ പുളി ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള പുളി അത് ഞാനൊരു കപ്പ് വെള്ളത്തിൽ ഞാൻ കുതിർത്ത് വെക്കുകയാണ്. അതാകുമ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ഒഴിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ പെട്ടെന്ന് ഈ പുളി ഒന്ന് അതിൻ്റെ ആ സത്തെല്ലാം പെട്ടെന്ന് വരാൻ വേണ്ടിയിട്ട് ഞാൻ എപ്പോഴും ചൂട് വെള്ളത്തിലാണ് പുളി കുതിർത്ത് വെക്കാറ്. അതാകുമ്പോൾ പെട്ടെന്ന് കുതിർന്ന് കിട്ടും. അതിൻ്റെ ആ പൾപ്പൊക്കെ നമുക്ക് പെട്ടെന്ന് അതിൽ നിന്ന് ഇളകി വരും. അപ്പൊ ഞാൻ ചൂടുവെള്ളത്തിൽ നല്ല വെട്ടി തിളക്കുന്ന വെള്ളത്തിലാണ് ഞാൻ ഈ ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള പുളി ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഇഞ്ചിക്കറിക്ക് വേണ്ടിയിട്ട് പുളി നമ്മൾ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്ന ഒരു 10-20 മിനിറ്റോളം ആയി കാണും. നല്ല തിളച്ച വെള്ളത്തിലാണ് ഞാൻ പുളി കുതിർത്ത് വെച്ചത്. അതുകൊണ്ട് തന്നെ എനിക്ക് പെട്ടെന്ന് നല്ല പോലെ പിഴിഞ്ഞ് അതിൻ്റെ ആ ഒരു സത്തൊക്കെ എനിക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് എല്ലാം കൂടെ ഒന്ന് അസംബിൾ ചെയ്ത് ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇഞ്ചിക്കറി റെഡിയാവും. അപ്പം അങ്ങനെ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇഞ്ചി വറുത്തെടുത്ത വെച്ച എണ്ണയില്ലേ
ആ എണ്ണയിൽ തന്നെയാണ് ഞാൻ ബാക്കിയുള്ള അച്ചാറിന്റെ കാര്യങ്ങളും എല്ലാം ഞാൻ ചെയ്യുന്നത്. ആ ബാക്കി വന്ന എണ്ണ അത് മതിയാവും. അപ്പൊ അങ്ങനെ അത് ഞാൻ ചൂടാവാൻ ഇട്ടിട്ടുണ്ട്. അപ്പൊ നന്നായിട്ട് ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. അപ്പോഴേക്കും ഞാൻ ഇതിനകത്ത് ഒരു സ്പൂൺ കടുക് ഇട്ട് കൊടുക്കുകയാണ്. ഈ കടുക് ഇത് നന്നായിട്ടൊന്ന് ചിലപ്പിൽ പൊട്ടി വരണം. അപ്പൊ ഇതൊന്ന് പൊട്ടി വരുമ്പോഴേക്കും ചിലരൊക്കെ വറ്റൽമുളകൊക്കെ ഇടും. എനിക്കെന്തോ ഇതിനകത്ത് അങ്ങനെ വറ്റൽമുളകൊന്നും ഇടാൻ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. അപ്പൊ അങ്ങനെ വറ്റൽമുളക് ഇല്ലാതെയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പൊ ഇതാ ഇങ്ങനെ പൊട്ടിയത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നു. കൂടുതൽ പൊട്ടുന്നതിന് മുന്നേ തന്നെ ഞാൻ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിനെക്കാളും അടുത്തൊരു പൊട്ടൽ കേൾക്കാനിരിക്കുന്നേ ഉള്ളൂ. ചെറിയ ഉള്ളി, ഇവിടെ നമ്മുടെ ചെറിയ ഉള്ളി. അപ്പൊ നേരത്തെ നമ്മൾ ഇഞ്ചി വറുത്തതിന്റെ ബാക്കിയാണ് ഈ ഇരിക്കുന്നത്. അപ്പൊ അതും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. ഒന്നും പേടിക്കണ്ട, ചെറിയ പൊട്ടിക്കറികൾ. അപ്പൊ ഇനി നമ്മൾ ഈ ഉള്ളി ഒന്ന് നല്ലപോലെ ബ്രൗൺ കളറായിട്ട് വരണം. നമ്മൾ താളിക്കുന്ന സമയത്ത് എങ്ങനെയാണോ അപ്പൊ അങ്ങനെ ആ ഒരു രീതിയിൽ. അപ്പൊ അത് ഞാനിത് ലോ ഫ്ലെയിമിലിട്ടാണ് ഇതെല്ലാം ഉണ്ടാക്കുന്നത്. അപ്പൊ ഇത് നന്നായിട്ട് ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചമുളക് ഇട്ട് കൊടുക്കാം. അപ്പൊ ഞാനിത് ഒരു 3 പച്ചമുളകാണ് ഞാൻ ഇട്ടേക്കുന്നത്. ഇതിലപ്പം മെയിനായിട്ട് നമ്മൾ എന്താ പറയാ, മുളക് പൊടിയാണല്ലോ. ഇഞ്ചിയിൽ ശരിക്കും പറഞ്ഞാൽ ആ ഒരു പുളിയും ഇഞ്ചിയുടെ ആ ഒരു കുത്തലുമാണല്ലോ നമുക്ക് വേണ്ടത്. അതായത് ഇതിനകത്ത് നമ്മൾ കൂടുതൽ എരിവ് അത് കോൺസെൻട്രേറ്റ് ചെയ്യാറില്ലല്ലോ. അതുകൊണ്ട് എപ്പോഴും നമ്മൾ ഇതിനകത്ത് ഒരു സട്ടിൽ ടേസ്റ്റ് ആണ് വെക്കുന്നത് എരിവിന്റെ കാര്യം വരുമ്പോഴേക്കും. ഓക്കെ, ഇത് നന്നായിട്ട് ഇതിന്റെ ആ ഒരു കളറൊക്കെ ഒന്ന് മാറി വരുമല്ലോ. അപ്പൊ ആ കളറെല്ലാം ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ഓരോന്നായിട്ട് ആദ്യം ഇട്ട് കൊടുക്കാം. പൊടി ചെറുതായിട്ട് ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. അപ്പം പെട്ടെന്ന് നമുക്കതൊന്ന് ഇതായിട്ട് എടുക്കണം. അപ്പം ആദ്യം ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി. മംഗളകാര്യങ്ങൾ മഞ്ഞളിൽ ആരംഭിക്കണമല്ലേ, അപ്പൊ അതുകൊണ്ടാണ് ആദ്യം മഞ്ഞൾ ഇടുന്നത്. അതുകൊണ്ടൊന്നല്ല, അതുകൊണ്ടുമാണ്. പിന്നെ മഞ്ഞൾ കുറച്ചൊന്ന് അതിന് വേവ് കൂടുതലാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, അപ്പൊ അതുകൊണ്ടാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇനി ഞാൻ ഒരു മുക്കാൽ തൊട്ട് 1 സ്പൂണോളം മുളക് പൊടിയാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടുള്ളതാണ്. ഇത് ഞാനിതൊന്ന് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, കാരണം കൂടുതൽ ഇനി അത് ഇതാവാതിരിക്കാൻ. പിന്നെ ഞാനൊരു 1/4 സ്പൂണ് ഉലുവപ്പൊടി അതും കൂടി ഇട്ടിട്ടുണ്ട്. പിന്നെ അതുപോലെ ഒരു 1/2 സ്പൂണ് എന്താ പറയാ മല്ലിപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ മുളക് പൊടി എത്ര ഇടുന്നോ അതിൻ്റെ ഒരു കുറച്ചൊരു ഹാഫ് പോലെ ആയിരിക്കണം നമ്മൾ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പം അത്രയേ ഉള്ളൂ. ഇനി ഇത് നന്നായിട്ടൊന്ന് മൂപ്പിക്കാം. എല്ലാം കൂടി ഇട്ട് ഒരുമിച്ചൊന്ന് മൂപ്പിച്ചിടുക. കളറൊന്നും അങ്ങനെ വലുതായിട്ടൊന്ന് മാറി എടുക്കണമെന്നൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുത്താൽ മതി. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഒരു 30 സെക്കൻഡ് അതൊന്ന് ഇട്ടതിൻ്റെ ഒരു പച്ചച്ചുവ മാറുന്ന അത്രയേ ഉള്ളൂ, അത് മതി. ഇനി നമ്മുടെ പുളിവെള്ളം ഞാൻ കൈ വെച്ചൊന്നും ഞാൻ അങ്ങനെ ഒഴിക്കാറില്ല. ഞാൻ കുറച്ച് ഹൈടെക് ആയതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് ഇത് ഒഴിക്കുന്നത്. ഇനി ഇതിന്റെ ബ്ലോക്കേജ് മാറാൻ വേണ്ടിയിട്ട് ഒരു ഫോർക്കോ സ്പൂണോ ഇട്ട് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് കലക്കി കൊടുത്താൽ മതി. അപ്പം ഒരു തരികളോ ഒന്നുമില്ലാതെ ആ വെള്ളം ആ പൾപ്പ് മാത്രമായിട്ട് അങ്ങ് പൊക്കോളും. അത്രേ ഉള്ളൂ. ഇതിന് ലാസ്റ്റ് ഓൾമോസ്റ്റ് എല്ലാം വന്നിട്ടുണ്ട്. ഇത് എല്ലാം ഇതിന്റെ വെള്ളമൊക്കെ പോയി കഴിയുമ്പോഴേക്കും ഞാൻ കൈ വെച്ചൊന്ന് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കും. അത്രേ ഉള്ളൂ. അല്ലാതെ എനിക്ക് കൈ വെച്ച് അങ്ങനെ ഒഴിച്ച് മിക്കപ്പോഴും എൻ്റെ കയ്യിൽ നിന്നൊക്കെ പലതും ഇങ്ങനെ അത് പോവാറുണ്ട്. അതിനേക്കാളും സേഫർ സൈഡ് എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. അപ്പോൾ ഇതിന്റെ പൾപ്പൊക്കെ ഏതാണ്ട് ഇങ്ങനെ പോയിട്ടുണ്ട്. ഇനി ഞാനിത് കൈ വെച്ച് ഞാൻ ഇങ്ങനെ ഒന്ന് നല്ലപോലെ അമുക്കി കൊടുക്കും. എല്ലാം സത്യം ഞാൻ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് കിടന്നൊന്ന് തിളയ്ക്കണം. ഇത് എനിക്ക് കുറച്ച് വെള്ളത്തിന്റെ കുറവുള്ളതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ, ഞാൻ ഓൾറെഡി തിളപ്പിച്ചെടുത്ത് വെച്ച വെള്ളമാണ്. അപ്പം ഞാനത് കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു അരക്കപ്പൊക്കെ ഒഴിച്ചു കൊടുക്കാം. കാരണം നമ്മൾ ഇനി ഈ ഒരു സാധനം കൂടി ഇടുമ്പം നന്നായിട്ട് കയറി ഒന്ന് കുറുകും. അപ്പം അതുകൊണ്ട് പിന്നെ അതും കുറച്ച് കിടന്നൊന്ന് എന്താ പറയുക, വെള്ളമൊക്കെ ഒന്ന് പിടിക്കണമല്ലോ. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കൂടുതൽ വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ഞാനൊന്ന് ഹൈ ഫ്ലെയിമിൽ ഇടുന്നത്.
ഇപ്പോഴാണ് ഞാൻ ഓർത്തത് ഇത് ഞാൻ ഓൺ ചെയ്തിട്ടില്ല എന്നുള്ളത്. ഓക്കെ, സോ ഇത് ഇനി ഹൈ ഫ്ലെയിമിൽ കിടന്നിട്ട് ഇത് നല്ല പോലെ ഒന്ന് തിളക്കണം, നല്ല പോലെ വെട്ടി തിളക്കണം. ആ വെട്ടി തിളക്കുന്ന സമയത്ത് വേണം നമ്മൾ ഈ വറുത്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി, ആ ഉള്ളി, ആ സംഭവമൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇത് വെട്ടി തിളയ്ക്കുന്നവരെ ഞാനൊന്ന് വിശ്രമിക്കട്ടെ. നമ്മുടേതാ ഇഞ്ചിയുടെ ആ ഗ്രേവി നല്ല പോലെ ഇങ്ങനെ വെട്ടി തിളച്ച് വരുന്നുണ്ട്. ഞാൻ കാണിച്ചു തരാം. കണ്ടോ, നമ്മുടെ ആ ഗ്രേവി ഇങ്ങനെ വെട്ടി തിളച്ചിങ്ങനെ വരികയാണ്. അപ്പൊ ഈ ഒരു പരുവത്തിൽ വേണം നമുക്കിനി ബാക്കി സാധനങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കാൻ. അപ്പൊ ഇത് നന്നായിട്ട് ഇങ്ങനെ വെട്ടി തിളയ്ക്കുന്നുണ്ടല്ലോ. ഇതിപ്പോ ഒരു 2 മിനിറ്റോളം ആയി വെട്ടി തിളയ്ക്കാൻ തുടങ്ങിയിട്ട്. അപ്പൊ ഞാനിതൊന്ന് ലോ ഫ്ലെയിമിലാക്കുകയാണ്. ഇനി നമ്മുടെ ഉപ്പ്, സാധാരണ എപ്പോഴും ഞാൻ മറന്നു പോകുന്നൊരു സാധനമാണ്. അപ്പൊ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനതൊരു 1/2 ടീസ്പൂൺ, 1/2 to 1/4 ടീസ്പൂണോളം ഉപ്പ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അത്രയേ ഉള്ളൂ. മിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന ഇഞ്ചി, മുളക് അല്ല ഇഞ്ചി, ഉള്ളി, ജാഗറി, അതിൻ്റെ പൊടി എല്ലാം കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇനി ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് കുറച്ചുകൂടെ ഒന്ന് കുറുക്കിയെടുക്കുക. ഇതിപ്പം ഇങ്ങനത്തെ ഒരു കൺസിസ്റ്റൻസിൽ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. ഇതിനി ഒന്ന് കുറച്ച് ഇതിനകത്ത് കിടന്ന് ഇതൊന്ന് എന്താ പറയുക, ഇതിൻ്റെ ആ ഒരു വെള്ളമൊക്കെ ഇതൊന്ന് പിടിക്കണമല്ലോ. അങ്ങനെ പിടിക്കുമ്പോൾ തന്നെ ഇത് കുറച്ചുകൂടെ ഒന്ന് കുറുകി വരും. ഇനി ഇതിൽ ഇപ്പോഴേ ഇതിൻ്റെ ചെറിയ ചെറിയ തിളകളൊക്കെ ഇങ്ങനെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഈ ഒരു സമയത്ത് ഒന്ന് ടേസ്റ്റ് നോക്കാം. ടേസ്റ്റ് നോക്കിയിട്ട് ഇപ്പോൾ പുളി വേണമെന്നുണ്ടെങ്കിൽ പുളിവെള്ളം വീണ്ടും ഒന്നുകൂടെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് പുളി പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കാം. ഉപ്പ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഉപ്പിട്ട് കൊടുക്കാം. ഇനി കുറച്ചുകൂടെ എന്താ പറയുക മധുരം വേണമെന്നുണ്ടെങ്കിൽ ജാഗറി ഇട്ട് കൊടുക്കാം. ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. മതി, എനിക്ക് എൻ്റെ ഇത് കണക്കാണ്, വേറെ ഒന്നും ഇനി വേണ്ട. പിന്നെ ഇതങ്ങനെ പുളി ഇഞ്ചി അല്ലാത്തത് കൊണ്ട് അങ്ങനെ പുളി ഓവറായിട്ട് അങ്ങനെ നിൽക്കുന്നുമില്ല. പുളി ഇഞ്ചിയിൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ പുളി, ഒരു മധുരം, ആ ഇഞ്ചിയുടെ എന്ന് പറയുന്ന ഒരു ഫ്ലേവർ മാത്രമേ കാണത്തുള്ളൂ. ആ പുളിയും മധുരമാണ് ഇങ്ങനെ ഇതായിട്ട് ഇങ്ങനെ നിൽക്കുന്നത് ആ ഇഞ്ചിയുടെ ഇതില്. ഏതാണ് ഇങ്ങനെ വരട്ടിയെടുത്ത് ഇഞ്ചി അതിനകത്ത് ഇങ്ങനെ വരട്ടിയെടുത്ത പോലെയല്ലേ ഇരിക്കുന്നത്. പക്ഷെ ഇത് അങ്ങനെയല്ല. ഇതിൽ കൂടുതലും ഇഞ്ചിക്കറി എന്ന് പറയുമ്പോൾ കൂടുതലും ഇഞ്ചിയുടെ ആ ഒരു ടേസ്റ്റ് ആണ് വേണ്ടത്. ഇഞ്ചിയുടെ ആ ഒരു എന്താ പറയുക ഒരു കുത്തലും ആ ഒരു എരിവ് പോലത്തെ സംഭവം അതൊക്കെയാണ് വേണ്ടത്. ബാക്കി സൈഡിൽ ആ പുളിയും ആ മധുരവും ഒക്കെ കുറച്ച് സൈഡാക്കിയായിരിക്കും വെച്ചിരിക്കുന്നത്. അപ്പൊ അതാണ് ഈ രണ്ടിന്റെയും ഡിഫറൻസ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. എനിക്കിത് ഭയങ്കരമായിട്ട് ഒരു കോമ്പിനേഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് പുളിശ്ശേരി, നമ്മൾ സദ്യക്ക് പുളിശ്ശേരി വിളമ്പുമല്ലോ, അപ്പൊ അതൊരു ഇത്തിരി മധുരവും ഇതൊക്കെ ഉള്ളൊരു പുളിശ്ശേരി ആയിരിക്കുമല്ലോ എപ്പോഴും. ഒന്നുകിൽ പൈനാപ്പിൾ, മിക്കപ്പോഴും പൈനാപ്പിൾ പുളിശ്ശേരി ആയിരിക്കും സദ്യക്ക്, ഓണസദ്യക്കൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ ഇത് നമ്മൾ കൂട്ടി കഴിക്കുമ്പം ഭയങ്കര ടേസ്റ്റാണ് എനിക്ക്. പിന്നെ ഒരു പപ്പടം ഒക്കെ കൂടെ ഉണ്ടെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റാണ്. എനിക്ക് അതാണ് ഒരു ഭയങ്കര നല്ല കോമ്പിനേഷനായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ തിളച്ചുകൊണ്ടിരിക്കുകയാണ്, ലോ ഫ്ലെയിമിലാണ്, ചെറിയ ചെറിയ തിള വരുന്നുണ്ട്. ഇതിൻ്റെ സൈഡിൽ നിന്നൊക്കെ എണ്ണ വിട്ടുവരും. അതാണ് ഇതൊരു പാകമായി എന്നുള്ളതിൻ്റെ ഒരു എന്താ പറയുക ഒരു സിഗ്നൽ എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഇതിന്റെ സൈഡിൽ നിന്ന് എണ്ണയൊക്കെ വിട്ട് വരുന്നുണ്ടെന്നുള്ളത്. ഇതാ കണ്ടോ, ഈ സൈഡിൽ നിന്നൊക്കെ എണ്ണ നല്ല പോലെ ഇങ്ങനെ വിട്ട് വരുന്നുണ്ട്. അതായത് നമ്മൾ ഇഞ്ചി ഓൾറെഡി ഇതിലാണ് ഫ്രൈ ചെയ്തത്. അപ്പൊ ഈ ഇഞ്ചി കിടന്ന് ആ വെള്ളത്തില് പുളിവെള്ളത്തിൽ നന്നായിട്ടൊന്ന് കുക്കാവും. ആ കുക്കാവുന്ന സമയത്താണ് ആ ഇഞ്ചിയുടെ ഉള്ളിലുള്ള എണ്ണയും കൂടെ ഇറങ്ങിയിട്ട് സൈഡിൽ ആ എണ്ണയൊക്കെ ഫുള്ളിങ്ങനെ വിട്ട് വരുന്നത്. അപ്പോൾ ഇത് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. എനിക്ക് വേണ്ട ഒരു കൺസിസ്റ്റൻസി തന്നെയാണ് എനിക്കിത് കിട്ടിയിരിക്കുന്നത്. ഇത് ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ കുറുകി നല്ല പോലെ ഇങ്ങനെ കുറുക്കിയെടുക്കാം. പക്ഷെ എനിക്ക് കുറച്ചുകൂടെ ഇങ്ങനെ ഒരു വെള്ളം പോലെ ഇരിക്കണം എനിക്ക് ഇഞ്ചിക്കറി. അതുകൊണ്ട് ഞാൻ ഇതിൽ വെച്ചിട്ട് ഞാൻ സ്റ്റോപ്പ് ചെയ്യാണ്. ഓക്കെ, അപ്പൊ അങ്ങനെ നമ്മുടെ ഇഞ്ചിക്കറി റെഡി ആയിരിക്കുന്നു. അപ്പോൾ ഇതും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പം ഇനി വരുന്ന ആളുകളിൽ ബാക്കിയുള്ള സദ്യയുടെ ബാക്കിയുള്ള ഒരു ലിസ്റ്റ് റെസിപ്പീസുമായിട്ടൊക്കെ ഞാൻ വരുന്നതായിരിക്കും. പിന്നെ എൻ്റെ ഒരു എന്താ പറയാ, എൻ്റെ ഒരു തിരക്ക് പിടിച്ച എൻ്റെ
വർക്ക് ലൈഫും എല്ലാം ഒക്കെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് സമയം കിട്ടുമ്പോഴാണ് ഞാൻ ഇങ്ങനെ വരുന്നത്. അതുകൊണ്ട് തന്നെ എപ്പോഴും ഞാനൊരു ഓർഡറിലൊന്നും ആയിരിക്കില്ല റെസിപ്പീസ് ഇടുന്നത്. പെട്ടെന്ന് സമയം കിട്ടുമ്പോൾ ആ ഒരു സമയത്തിനുള്ളിൽ എനിക്ക് എന്താണോ എനിക്ക് ചെയ്യാൻ പറ്റുന്നത് അങ്ങനത്തെ റെസിപ്പി ആയിരിക്കും ഞാൻ മിക്കവാറും ഇടുന്നത്. അതുകൊണ്ട് എപ്പോഴും നമ്മൾ സദ്യക്ക് ഇങ്ങനെ വിളമ്പുന്ന ആ ഒരു ഓർഡറൊന്നും ആയിരിക്കത്തില്ല ഞാൻ വീഡിയോസ് ഇടുന്നത്. എനിക്ക് പറ്റുന്ന രീതിയിലൊക്കെ വീഡിയോസ് ഒക്കെ ഇടുക. അതുകൊണ്ട് മാക്സിമം സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു സോ മച്ച്. ബൈ ബൈ.